ഇപ്പോൾ സാർ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള 2 മാറ്റങ്ങൾ ഞാൻ പറയാം. പണ്ട് റോഡ് സൈഡിൽ പോലീസ് നമ്മളെ വണ്ടി തടഞ്ഞ് നിർത്തിയാൽ നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോലീസുകാർ ഒരു ജീപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, നമ്മൾ അവിടെ ചെന്ന് അവരെ സാറേന്ന് വിളിച്ച് സംസാരിക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. വണ്ടി തടഞ്ഞ് നിർത്തിയാൽ പോലീസുകാർ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമ്മളെ സാറേന്ന് വിളിച്ച് സംസാരിക്കും. മാറ്റങ്ങൾ വരട്ടെ. അത് പുതിയ തലമുറ വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അത് തന്നെയല്ല, അതിനകത്തൊക്കെ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജി വന്നപ്പോൾ, ഡിജിറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ വന്നപ്പോൾ, അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ ഇൻഫർമേഷൻ, അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതൊക്കെ വന്നപ്പോൾ അവരും കുറച്ചൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി. ശരിയല്ലേ? പണ്ട് ഇങ്ങനെയായിരുന്നു. അതായത് റോട്ടിലിട്ട് ഒരു പാവം പയ്യനെ 4 ഇടി അടിച്ചാൽ ആരും ചോദിക്കാനില്ല. പക്ഷേ അപ്പോൾ ചിലപ്പോൾ ഒരു ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പയ്യനൊന്നൊരു വീഡിയോ എടുക്കും, അത് വൈറലാവും, അവൻ്റെ തൊപ്പി തെറിക്കും. ആ പേടിയൊക്കെ അവർക്കുണ്ട്. പല കേസുകളും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് വന്നത് ഒരു പാവം പയ്യൻ ചിലപ്പോൾ ഒരു വീഡിയോയിലൊന്ന് പകർത്തിയിട്ടായിരിക്കും, അത് വൈറലായി അവൻ കുടുങ്ങിയിട്ടുള്ള എത്രയോ കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി വന്നപ്പോൾ കാര്യങ്ങൾക്ക് കുറേ കൂടി ബെറ്ററായി. ടെക്നോളജിനെ എങ്ങനെയാണ് സമൂഹ നന്മയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുക? അല്ല, തീർച്ചയായിട്ടും ടെക്നോളജിയാണല്ലോ സമൂഹ നന്മയ്ക്കും ഗുണം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ, അതായത് ഇപ്പോൾ ഓഫീസുകളിലാണെങ്കിൽ തന്നെ നമ്മളൊക്കെ പ്രൈവറ്റ് സെക്ടറിൽ ഇൻവോൾവ്ഡ് ആണല്ലോ. ഇപ്പോൾ നമ്മുടെയൊക്കെ ഓഫീസിൽ എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വന്നു ടെക്നോളജി വെച്ചിട്ട്. അത് ഗവൺമെൻറ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിലും അതത്ര എഫിഷ്യൻ്റ് ആയില്ലല്ലോ. അതാവാത്തത് എന്താ? അതിലും അവിടെ ഈ പറഞ്ഞ മാതിരിയുള്ള എന്താ പറയുക അഴിമതി, അല്ലെങ്കിൽ അത് ഇന്ന ആൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തു, ആ സോഫ്റ്റ്വെയർ ഇന്ന അടുത്ത് മേടിച്ചു, അത് നോക്കിയപ്പോൾ അത് ആ മന്ത്രിയുടെ എന്താ പറയുക റിലേറ്റീവിൻ്റെ ആൾക്ക് പോയി, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു. നമ്മുടെ പാലാരിവട്ടം പാലം പോലെ, അത് പാലം പോലെ അങ്ങനെയല്ലേ. വി-ഗാർഡ് ഏതെങ്കിലും കാലത്ത് ഗവൺമെന്റുകൾക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, വിളിക്കാത്തതുകൊണ്ടാണോ? അല്ലല്ല, നമ്മൾ ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ടോ എനിക്ക് അതിനകത്തൊരു മടിയുണ്ടായിരുന്നു. കാരണം അവിടെ ഈ പറഞ്ഞ മാതിരി ഒരു കാര്യം സാധിക്കണമെങ്കിൽ, ഒരു ഓർഡർ കിട്ടണമെങ്കിൽ പിൻവാതിലിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അത് അങ്ങനെ വന്നപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാറില്ല. ആ സമയം, ആ ചിലവഴിക്കുന്ന സമയം കൊണ്ട് 10 കൂടുതൽ മാർക്കറ്റിൽ വിറ്റാൽ പോരെ. സാറിന് ഈ കൺവെൻഷണൽ പൊളിറ്റീഷ്യന്മാരോടും ഗവൺമെൻറ് സിസ്റ്റത്തിനോടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായി വന്നത് എങ്ങനെയാണ്? അത് എനിക്ക് മാത്രമായിരിക്കില്ല. അതായത് ഒരു നേരെ പോന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഉള്ളിലുണ്ട്. പിന്നെ പ്രതികരിക്കാൻ പറ്റില്ല പലർക്കും. കാരണം ഒരു ചെറുകിട സ്ഥാപനം നടത്തുന്ന ആൾക്ക്, എന്നോട് തന്നെ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങൾക്കൊന്നും ഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അതൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ സ്ഥാപനം തല്ലിപ്പൊളിക്കും, അല്ലെങ്കിൽ അത് പാര വയ്ക്കും, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ താങ്കളൊക്കെ പിന്നെ ഒരു ലെവല് മീതെയായി കിട്ടിയ അതുകൊണ്ടായിരിക്കട്ടെ. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ആരും പേടിയില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുപോലെ എത്ര പേരുണ്ട് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്ത കുറേ പേരുടെ ഒരു സ്വരമായി മാറട്ടെ എന്ന് വിചാരിക്കാം. അവസാനമായിട്ട് എനിക്കൊരു കാര്യം, യെസ്, എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നൊരു നൃത്തം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. മൂപ്പര് കൈക്കൂലിയൊന്നും മേടിക്കില്ല. അപ്പോൾ അച്ഛൻ്റെ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലേക്ക് ടാറിട്ട റോഡ് വീടിൻ്റെ ഫ്രണ്ട് വരെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ TV ഇല്ല, അങ്ങനത്തെ ഒരു വീട്ടിലാണ്. അപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പകച്ചു നിന്നിട്ടുണ്ട്, എന്താണ് ചെയ്യുക അറിയില്ല. ഇത് ഞാൻ ബോംബെയിൽ പോയി ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു, അങ്ങനെ പലതും സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ചെറുപ്പക്കാർ, സാറ് ഒരു വളരെ ഹമ്പിൾ ബിഗിനിങ്ങിൽ നിന്ന് വന്നിട്ട് ഒരു സ്കൂട്ടറിൻ്റെ കഥ മുതൽ മനോരമയിൽ പണ്ട് എഴുതിയ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പയ്യൻ അല്ലെങ്കിൽ ഈ പെൺകുട്ടി 20 വയസ്സ് എങ്ങനെയാണ് ജീവിതത്തിൽ നല്ല ഒരാളായി, നല്ല മനസ്സുള്ള നന്മ ചെയ്യുന്ന സക്സസ്ഫുൾ ആവുന്ന ഒരാളായി എങ്ങനെയാണ് അയാൾക്ക് വരാൻ പറ്റുക? സാറിന് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അന്ന് കിട്ടിയ ജോലിക്ക് പോവുക ചെയ്തു. കിട്ടിയ ജോലിക്ക്, കാരണം വീട്ടിലിരുന്നാൽ നാട്ടുകാരുടെ സഹതാപമായി, മോനെ ജോലിയൊന്നും ആയില്ലേ അല്ലേ. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടണം. കിട്ടിയ ജോലി ഒരു ചെറുകിട സ്ഥാപനത്തിലൊരു സൂപ്പർവൈസറി പോസ്റ്റായിരുന്നു. അതിന് ചെറിയ ശമ്പളമായിരുന്നു. അതിന് കയറി ചാടി ചേർന്നു.
അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പല ജോലിക്കൊക്കെ അപേക്ഷിച്ച് നോക്കി, ISRO, VARC, അതിലൊക്കെ. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അതിൽ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഈ കാർഡ് ഉണ്ടാവില്ലായിരുന്നു. സാർ, അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ഈ ചെറിയ പ്രായത്തിൽ നേരിടുമ്പോൾ കുറേയും കൂടെ നമുക്ക് ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ ഉണ്ടാവില്ലേ ചെറിയ പ്രായത്തിൽ? അല്ല, അത് നമുക്ക് അറിയാത്ത കാരണം വിവരം കുറവായിട്ടായിരിക്കും. നമ്മൾ ഒന്നും എനിക്കൊരു അങ്ങനെ ഫ്രസ്ട്രേഷൻ തോന്നാറില്ലായിരുന്നു. അതും നമ്മൾ നേരിടും. ഒരു വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് അന്നും എനിക്കുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കൂളായിരിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? അല്ല, ഞാൻ അങ്ങനെ കൂളെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അല്ലാതെ എല്ലാം തികഞ്ഞൊരു സ്വാമിജി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഞാനും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. പക്ഷേ അന്നൊരു തവണ ഫ്രസ്ട്രേറ്റഡ് ആയപ്പോഴാണല്ലോ സ്വയം ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഡ് ഇറക്കിയത്. ഒന്നിനല്ല, ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു പ്രതികരണം ഉണ്ടായി എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്ക് പഴയ കേരളത്തിനേക്കാൾ ഇന്ന് ഒരുപാട് അവസരങ്ങൾ കൂടുതലുണ്ടല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അതോടൊപ്പം തന്നെ കൂടുതൽ പേര് പഠിപ്പ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്നുമുണ്ട്. കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. പണ്ടൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഞാൻ പറയാം, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഞാൻ MSc ഫിസിക്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ആ കരയിലൊരു വലിയൊരു റേഡിയസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് 2-3 പേരേ ഉള്ളൂ. എൻജിനീയേഴ്സ് 3-4 പേരേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരു വീട്ടിലുണ്ടാവും. അതെ. ഡോക്ടർ ഒരു പയ്യനെ കണ്ടാണ്, എവിടെ ഒരുത്തൻ ഡോക്ടർ പയ്യനുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? അപ്പോൾ കോമ്പറ്റീഷനും കൂടുന്നു, ഓപ്പർച്യൂണിറ്റിയും കൂടുന്നു. അപ്പോൾ നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരോത്സാഹിയായിട്ട് കഠിനാധ്വാനം ചെയ്താൽ, നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഉദ്ദേശം ശരിയാണെങ്കിൽ വിജയിക്കാം. തീർച്ചയായിട്ടും. അത് എത്രയോ, എൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, എത്രയോ പേര് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ആദ്യം വേണം. അല്ലാതെ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്കത് പറ്റില്ല, ഇത് പറ്റില്ല, എനിക്ക് കഴിവില്ല എന്ന് വിചാരിച്ചാൽ വീണ്ടും കഴിവില്ലാണ്ട് തീരുന്ന എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ അതേ പൊസിഷനിലുണ്ടായിരുന്ന പലരും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്വാളിറ്റീസ് ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്ത ഉടനെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിയിട്ട്, ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് ബാംഗ്ലൂരോ മദ്രാസിലേക്കോ എങ്കിലും മാറിയിട്ട് ആണ് ജീവിതം പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അമേരിക്കയിൽ പോയവരും. സാർ എന്തുകൊണ്ട് നാട്ടിൽ തന്നെ നിൽക്കണമെന്ന്? അല്ല, അതെന്തോ എനിക്കറിയില്ല. അതായത് ഞാൻ ഇവിടെ നാട്ടിൽ കൂടി, അതേസമയം എൻ്റെ കൂട്ടുകാർ ഒപ്പം പഠിച്ചിരുന്നവർ പലരും അവരുടെ അംബീഷൻ തന്നെ എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് കിടക്കുക, ഇനി ഓസ്ട്രേലിയക്ക് കിടക്കുക. എനിക്കെന്തോ അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ചുരുങ്ങിയ പക്ഷം ഗൾഫിലേക്കെങ്കിലും പോവുക. ഞാനിവിടെ തന്നെ ചുവടുറപ്പിച്ചു. അത് ഒരു പരിധി വരെ വിജയിച്ചു. 2020 ബിസിനസ് എല്ലാം സാറിന് എന്താ തോന്നുന്നത്? കേരളത്തിൻ്റെ ഭാവി ബെറ്റർ ആയിരിക്കുമോ? അല്ല, തീർച്ചയായിട്ടും. ഞാനെപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമാണ്. അതായത് മാറ്റങ്ങൾ വരട്ടെ. അതിപ്പോൾ ഇതിൽ കൂടെ ഒരു ചെറിയ മാറ്റം വന്നാൽ ഇനി ഇപ്പം തന്നെ വേറൊരു തമാശയുള്ളത്, ഈ 2020യുടെ ഇത് കണ്ടിട്ട് ബാക്കിയുള്ള പഞ്ചായത്തുകളും കുറേശ്ശെങ്കിലും നേരെയായി തുടങ്ങിയിത്രേ. കാരണം അയ്യോ ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷന് വരുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചില്ലെങ്കിൽ, അവർ 2020 അല്ലെങ്കിൽ കിഴക്കമ്പലത്ത് പോലെ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ, കുറച്ചും കൂടി എന്താ പറയുക, ക്രിയാത്മകമായിട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെയൊക്കെ സ്ഥാനം തെറിക്കുമോ എന്നുള്ളൊരു പേടിയെങ്കിലും ഉണ്ടാവട്ടെ. അവർ കറക്റ്റീവ് ഫോഴ്സ് ആവാനെങ്കിലും ഒതുക്കട്ടെ എന്ന് വിചാരിക്കാം. സ്റ്റെബിലൈസർ പോലെ. സ്റ്റെബിലൈസർ നമ്മൾ ഇപ്പോൾ വിഗാർഡിൻ്റെ എനിക്കൊന്നൊരു 20% സ്റ്റെബിലൈസറിൽ നിന്നുള്ള വരുമാനമുള്ളത്. ബാക്കി പല പ്രോഡക്റ്റിലേക്കും കടന്നു. കാരണം നമ്മൾ അന്ന് വിചാരിച്ചതിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം നിന്ന് പോകുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് വേറെ പ്രോഡക്റ്റുകൾ ഇറക്കുകയുണ്ടായത്. അപ്പോൾ സ്റ്റെബിലൈസർ ഡിപെൻഡൻ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ഒരു അഴിമതിയിൽ നിന്നും വർഗീയതയിൽ നിന്നൊക്കെ ജനത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അങ്ങനെയൊന്നും നമ്മൾ വലിയ അവകാശവാദമൊന്നുമില്ല. നമ്മളാൽ ചെയ്യാവുന്ന ഈ പ്രായത്തിൽ. അതായത് ഇപ്പോൾ എന്നോട് പറയുകയാണ്, ഇപ്പോൾ എവറസ്റ്റ് കീഴടക്കാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു മുൻനിരയിൽ നിൽക്കാൻ പറ്റുമ്പോൾ, ഒരു ലീഡർഷിപ്പ് പറ്റുമ്പോൾ കുറേ യങ്സ്റ്റേഴ്സ് ഇതിൻ്റെ പുറകിൽ കൂടിയിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷ വെച്ചിട്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷകൾ സഫലമാവട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്കിനിപ്പോൾ അധികം നാളൊന്നുമില്ല. അപ്പോൾ
അവർക്ക് ഇതിനകത്ത് താല്പര്യമില്ലെങ്കിൽ, ചെറുപ്പക്കാർക്ക് മുന്നോട്ട് വന്ന് താല്പര്യമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറുപ്പക്കാർ മുന്നോട്ട് വരട്ടെ അല്ലേ? വരട്ടെ വരുന്നു വിചാരിക്കുക. അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, യെസ്, യാ.